നമസ്കാരം. ഇപ്പം ഞാൻ എവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല, കണ്ണനും നാട്ടിലുണ്ട്. ഞങ്ങളൊരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു എമർജൻസി കേസിന് നാട്ടിലെത്തിയതാണ്. എമർജൻസി എന്ന് വെച്ചാൽ വല്ല ആരോഗ്യ പ്രശ്നങ്ങളല്ല കേട്ടോ ആരുടെയും, അല്ലാതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും എന്തിനായിരിക്കും ഞാൻ നാട്ടിൽ പോയെന്ന് അറിയായിരിക്കും. അപ്പം ഞാൻ അത് വഴിയേ പറയാം. അപ്പം ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 1:30 ആയപ്പം റെഡിയായിട്ട് ഞങ്ങൾ 4 പേരും, ഞാനും കണ്ണനും കിങ്ങിണിയും സിന്ധുവായിട്ട് പുറത്ത് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ സമയമായപ്പോൾ ഷൂ കഴുകാൻ പോയിരിക്കുന്നത്. അത് അവൻ ആദ്യം കാണിച്ചില്ലേ, എങ്ങനെയുണ്ട് എൻ്റെ ഷൂ, വെളുത്തോന്നൊക്കെ ചോദിക്കുന്നില്ലേ. പോകാൻ നേരത്താണ് അവൻ ഷൂ ഒക്കെ കഴുകുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാട്ടോ ഞങ്ങൾ പോകുന്നത്, കാരണം ഞങ്ങൾക്ക് ആയത്തിൽ പോയാൽ മതി. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ താന്നുമുക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ബസ് കയറാനായിട്ട്. 1:30 ആയപ്പം ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇവർ പുറത്ത് പോകുന്നതെന്ന് അറിഞ്ഞപ്പം ഭക്ഷണം മനഃപൂർവ്വം കഴിക്കാതെ ഇറങ്ങിയതാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ അല്ലേ പുറത്ത് പോകുന്നത്, നമ്മളൊക്കെ ചെല്ലുമ്പോഴേ ഇപ്പോഴൊക്കെ സിന്ധുവും കിങ്ങിണിയൊക്കെ പുറത്ത് പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കൊല്ലത്ത് അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് ഇറങ്ങിയത്. കൊല്ലത്തിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമാണ്, അവിടെയാണ് നമുക്ക് പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നു. പക്ഷേ ഞങ്ങൾ 2 പേരെ കാത്തിരിക്കുക, അവരെത്താൻ വേണ്ടി കുറച്ച് ലേറ്റാവും. അപ്പോൾ ഇൻ ദ മീൻ ടൈം നമ്മൾ വിചാരിച്ച് വിശക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കുന്നത് വേണ്ട, വല്ല ഡ്രിങ്ക്സ് പോലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ തന്നെ ഉള്ളത് ഒരു അൽ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് അല്ല, അത് ഈ ഗ്രിൽഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഇതുണ്ട്, ജ്യൂസ് മറ്റേ അങ്ങനെയുള്ള ഐറ്റംസും കൂടെ ഉണ്ട്. ഞങ്ങൾ 4 സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു. നല്ല പൊളി സാധനങ്ങളായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. 4 പേരും 4 വെറൈറ്റി സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഇത് സിന്ധു ഓർഡർ ചെയ്ത സാധനമാണേ. അതും സൂപ്പറായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓടിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റ് അടിച്ചു. അപ്പം പേര് ഷേക്കാണ്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, അത് നല്ല സൂപ്പറായിരുന്നു. അടുത്തത് കിങ്ങിണിയുടെ സാധനമാണ് വരുന്നത്. അവൾ ചോക്ലേറ്റും കൂടെ ഉള്ള സാധനമാണെന്നുണ്ട്. കണ്ട ലുക്ക് കണ്ട, ഇതിൻ്റെയൊക്കെ പേരെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പേരെല്ലാം മറന്നുപോയി. അപ്പോൾ അവനോൻ റെസ്റ്റോറൻറ്റുകാർ അവരുടെ രീതിയിലുള്ള പേരുകളൊക്കെയാണല്ലോ ഓരോത്തിനും ഇടുന്നത്, അതുകൊണ്ട് ഞാൻ എക്സാക്റ്റ് പേര് പറയുന്നില്ല. ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ് കംപ്ലീറ്റ്. ഇത് കിങ്ങിണിയുടെ ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അവൾ നല്ല സ്റ്റൈലായിട്ടൊക്കെ മുറിക്കുന്നത് കണ്ടോ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടെ തറയിലേക്ക് വീണേനെ. അടുത്തത് ഡെത്ത് ബൈ ചോക്ലേറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ എപ്പോഴും അങ്ങനെ ചോക്ലേറ്റിൻ്റെ വലിയ ഫാനാണ്. അപ്പം മുകളിൽ മാത്രമേ ആ ക്രീമി ടെക്സ്ചറുള്ളൂ, അടിക്ക് മൊത്തം ചോക്ലേറ്റാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം തറയിൽ വീണെന്ന്, കണ്ടില്ലേ. കണ്ണൻ എപ്പോഴും ഞാൻ പറഞ്ഞു ലിക്വിഡായിട്ടുള്ള കാര്യങ്ങളെ അവൻ ഓർഡർ ചെയ്യാറുള്ളൂ. അവൻ ഷേക്കാണ്, അതായത് ഇളനീർ, അതിൻ്റെ ഷേക്കാണ്. സൂപ്പറായിരുന്നു. ഈ 4 സാധനം സൂപ്പറായിരുന്നു. ഞങ്ങളത് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നതെന്ന്. ഇഞ്ചിയോൺ കിയയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എന്തിനായിരിക്കും, മനസ്സിലായില്ലേ. അവിടെ നമ്മുടെ ഇന്ന് കാറിൻ്റെ ഡെലിവറി ഇന്നാണ് നടക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കാത്തു നിന്ന VIP ഇതേ എത്തിയിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും നേരം കാത്തിരുന്നത്. പക്ഷേ അവർ രാവിലെ ഇറങ്ങിയത് 9 മണിക്ക് തക്കലേന്ന് ഇറങ്ങിയതാണ്. പക്ഷേ പാരപ്പിള്ളിൽ ഒക്കെ ഭയങ്കര മഴയും ബ്ലോക്കും ആയതുകൊണ്ട് അവരെത്താൻ ലേറ്റായിപ്പോയി. അപ്പോൾ അവർ വരാനുള്ള സമയം റെഡിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങളവിടെ കയറിയത്. ഇതേ നമ്മുടെ VIP എത്തി. കതോർക്ക് ഡോറ് തുറക്കാനുള്ള ആ വിഷമം കണ്ടോ. അങ്ങനെ ഇറങ്ങി. സോനു ഹരിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് ആ കാറ് ഡെലിവറി എടുക്കാൻ പോയത്. ഹരി കാറിൻ്റെ ഈ വണ്ടികൾ ഭയങ്കര ക്രേസുള്ള ഒരാളാണ് ഹരിക്ക്, എസ്പെഷ്യലി 4 വീലേഴ്സ്. അപ്പോൾ ഹരിയും കണ്ണനും സജ്ജനനും കൂടെ ആയിരുന്നു ഡിസ്കഷൻ 2-3 മാസത്തിന് മുമ്പേ. ഏത് വേണം, ഏത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം എന്ന ഡിസ്കഷൻ കംപ്ലീറ്റ് അവർ 3 പേരും കൂടെ ആയിരുന്നു. അപ്പോൾ ആയതനുസരിച്ച് ഞങ്ങൾ ഫിക്സ് ചെയ്ത്. ആക്ച്വലി എറണാകുളത്ത് നിന്ന് ഡെലിവറി എടുക്കേണ്ട ഒരു സാധനമായിരുന്നു, പക്ഷേ ഹരിക്കും സോനുവിനും എന്തോ ലീവിൻ്റെ പ്രോബ്ലം, എറണാകുളം വരെ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എറണാകുളത്തിരുന്ന കാർ കൊല്ലത്ത് ഡെലിവറി എടുക്കുകയാണ്. ആക്ച്വലി എല്ലാ പ്രോസസ്സും മൊത്തം എറണാകുളം ഇഞ്ചിയോണിലായിരുന്നു, എടപ്പള്ളിയിൽ. ബട്ട് ഡെലിവറി മാത്രമാണ് കൊല്ലം അയത്തിൽ അവരുടെ ബ്രാഞ്ചിലേക്ക്. അപ്പം ഞങ്ങളെല്ലാവരും കിയയുടെ ഷോറൂമിലെത്തി. കറക്റ്റ് വന്നത് അതൊക്കെ നല്ല 4 മണിയായിട്ടും ആയെന്ന് തോന്നും. ഇപ്പോൾ ഹരി ഞാൻ പറഞ്ഞില്ലേ കാറിൻ്റെ ക്രൈസാണ്. അപ്പോൾ വന്ന ഉടനെ അവിടെ കാർ കിടക്കുന്നുണ്ട്, പുള്ളി അവിടേക്ക് ഇങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സമയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മുടെ സോണറ്റ് എറണാകുളത്ത് നിന്ന് അവർ ഓടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ സെയിൽസ്മാൻ ആ പയ്യൻ.
അവിടുന്ന് ഡെലിവറി എടുക്കണമെങ്കിൽ ഇവിടുന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പതുക്കെ ഓടിച്ച് രാവിലെ ഇറങ്ങിയിട്ട് നമ്മളെത്തിയ സമയത്ത് തന്നെ വണ്ടി കൊണ്ട് അവർ എത്തിയത്. ഞങ്ങളങ്ങനെ എല്ലാം അവിടെ സെറ്റിൽ ചെയ്തു. ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് കമൻ്റാട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കോഫി കുടിക്കാമോ ജ്യൂസ് കുടിക്കാമോ, നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഞങ്ങളെയും കൊണ്ട് ഇത് കഴിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ എന്നിങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. എന്നെയാണ് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഫാൻറ്റസി ഇത് ഇവരെല്ലാം കളിയാക്കുന്നതിനെ. ആ ഫോണിലുള്ളത് സജീവണ്ണനാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്ത വീഡിയോയുടെ കാര്യമാണ് ഇവരിപ്പോൾ ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനേ ഷൂ കഴുകുന്ന വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ പാത്രം കഴുകുന്ന അത് കണ്ട് ഹരി ഞെട്ടിയപ്പം അപ്പോൾ സോനു പറഞ്ഞു ഇനി പലതും അതിനകത്ത് കാണും, പാത്രം കഴുകുന്ന വേണമെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴേ പിറ്റേ ആഴ്ച ഞാൻ ഇട്ടത് അതാണെന്ന്. ഇതാണ് അവർ പറഞ്ഞ് ചിരിക്കുന്നത്. എൻ്റെ പാവം, ഞാനൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എനിക്കല്ലേ അറിയാവുള്ളൂ. ഞാൻ എവിടെ പോകാനാണ്? അങ്ങനെ സജീവണ്ണൻ മൊബൈലിൽ ഞങ്ങളെല്ലാം അവിടെ. ഞങ്ങൾ എടുക്കാൻ പോകുന്ന സോണറ്റ് ആണെങ്കിലും അവരെ പുതിയ വേർഷൻ ഉണ്ടല്ലോ കിയയുടെ സൈറോസ്, അവിടെ അത് കണ്ടപ്പോഴത്തേക്ക് ഹരി അവിടേക്ക് വീണ്. അത് ടെസ്റ്റ് ഡ്രൈവ് തന്നെ പോകണമെന്ന്. ഇത് പിന്നെ എടുക്കാം, ഇത് നമ്മളെല്ലാം ചെയ്തതാണല്ലോ. സൈറോസ് എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ കുറച്ച് എടുത്തു കഴിഞ്ഞു. കണ്ണനും ഹരിയും സോനും കിങ്ങിണിയൊക്കെ സൈറോസിൻ്റെ ടെസ്റ്റ് ഡ്രൈവിന് പോയി, എടുക്കുന്നത് സോണറ്റ് ആണെങ്കിലും. കാരണം ഞാൻ പറഞ്ഞില്ലേ, വണ്ടിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഫീച്ചേഴ്സും അവർക്ക് അറിയാം, നമുക്കറിവില്ല. അപ്പോൾ ഈ പയ്യനാണ് നമ്മളെ എടപ്പള്ളിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും സെയിൽസ്മാൻ കിയയുടെ ഷോറൂമിലുണ്ടാകും. നല്ല പ്രായം 21 വയസ്സുണ്ടെങ്കിലും അവന് എല്ലാത്തിനും ആൻസറുള്ളൊരു പയ്യനായിരുന്നേ. ടെസ്റ്റിന് പോകുന്ന കിയ സൈറോസിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ സോണറ്റ് ഡെലിവറി എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് കണ്ടപാട് അതിലേക്ക് പോകാതെ ഒരു സൈറോസ് കൊടുക്കണം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. അടുത്ത വ്ലോഗർ പേര് പറയുമ്പോൾ എൻ്റെ ചാനലിൻ്റെ കുക്ക് ഈറ്റ് ട്രാവൽ വിൽക്കുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കൊരു സൂചന ഇത് വളർന്നു വരുന്ന മറ്റൊരു വ്ലോഗിൽ ഇപ്പോൾ ചാനലൊന്നും ഇല്ല എങ്കിലും വ്ലോഗ് ചെയ്യുമായിരിക്കും. അല്ല, കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് വ്ലോഗ് പോലെ. മറ്റേ കോളേജ് അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ഈ 2 കുട്ടികളുടെ കോപ്രായങ്ങളാണ് കാണേണ്ടത്. ഇത് വെക്കാം. കിങ്ങിണിയുടെ മാസ്കറ്റിക്ക് അഭിനയത്തിൽ നമ്മൾ സാക്ഷിയാണ്. അങ്ങനെ നമ്മുടെ ചടങ്ങിലേക്ക് അവർ തന്നെ അറേഞ്ച് ചെയ്യുമല്ലോ, വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ കേക്ക്. എല്ലാവരും കിങ്ങിണിയെ കളിയാക്കുക, നിനക്ക് കേക്ക് കട്ട് ചെയ്യാനെങ്കിലുള്ള അവസരം നമ്മൾ ഇതാക്കും, നിനക്ക് കേക്കും കണ്ണന് കാറും എന്നുള്ള രീതിയിലാണ് അവിടെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കിങ്ങിണി കട്ട് ചെയ്ത് നമ്മളെല്ലാം കേക്ക് തിന്നാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അവിടുത്തെ ഷോറൂമിലെ ആ സെയിൽസ്മാനല്ലേ, അവരാണ്. താങ്ക് യു ഫോർ ദാറ്റ്. അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. പാവം കിങ്ങിണിക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള വിധിയാണ് ഉണ്ടായത്. ഇനി 18 വയസ്സൊക്കെ ആയത്, ഇനിയിപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിടണം. ഇപ്പോൾ എക്സാം സമയമായതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. ഇനി അവൾക്കും ഓടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സമയമുള്ളത് കൊണ്ട് തൽക്കാലം കണ്ണനുണ്ണിയും ഞാനുമായിട്ട് ഇത് നമ്മുടെ കാറ് അങ്ങനെ അത് കണ്ടില്ലേ, കിയ, ഇതാണ് നമ്മളെടുത്ത കാറ്. സോണറ്റാണ്, KL 24X 7822. ഹരി സോനിനോട് പറയാം, നീ വീഡിയോ എടുത്തിട്ട് അങ്ങ് പുറത്തേക്ക് വീഴല്ലോ കേട്ടോ, താഴേക്ക് വീഴല്ലെന്ന് പറഞ്ഞ് ഹരി ഇങ്ങനെ വാൺ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി താഴേക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പോവുക. ആക്ച്വലി ഇത് എറണാകുളത്ത് നിന്ന് വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ഷോറൂമിൽ എത്തിയിട്ട് നല്ല സൂപ്പറായിട്ട് കുട്ടപ്പനാക്കി അവർ തന്നത്. അത് നല്ല സൂപ്പറാക്കി തന്നു. നമ്മൾ കാരണം കേട്ടോ, നമ്മൾ ഇവിടുന്ന് എടുക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മൾ വെറുതെ ഒരു കറക്കം വീഡിയോ ഒക്കെ ഇന്റെയും എടുത്തു. സോനു വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. കാറ് താഴേക്ക് പോവുകയാണ്. നല്ല മൂവ്മെൻറ്റ്സ് ആണ്. അങ്ങനെ ഈ ഹരിക്ക് ഭയങ്കര ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു എന്തോ അതിന് പറയുന്നൊരു വേർഡുണ്ടല്ലോ, എനിക്കൊരു മലയാളം വേർഡ് കിട്ടുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം എതിര് വരുന്നത് ആരായിരിക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവമില്ല, അതിനൊരു വേർഡുണ്ട്, അത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് നിങ്ങൾ നിമിത്തം എക്സാക്ട്ലി. അപ്പോൾ കണ്ണൻ വണ്ടി എടുത്തപ്പം കിങ്ങിണിയോട് എതിര് വരാൻ പറഞ്ഞ്. അത് ഹരിക്ക് ഇത്തരം കാര്യങ്ങളോട് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. നമുക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഇത്തരം ഒരു കാര്യത്തിനെയും കുറിച്ച് ഒന്നും അറിയത്തില്ല സത്യത്തിൽ.
അങ്ങനെ നമ്മളെ പുതിയ കാറിൽ ഹരിയും സോനുവും കിങ്ങിണിയും കൂടെ നേരെ എവിടേക്ക് പോയി KFCയിലേക്ക് പോയി. ഹരിയുടെ കാറിൽ ഞാനും കണ്ണനും സിന്ധുവായിട്ട് നേരെ KFC സെൻറ്ററിലേക്ക് പോയി. അന്നേരത്തേക്ക് 8 മണി 7:30 7:45 നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ജ്യൂസ് മറ്റു കാര്യങ്ങളും കഴിച്ചു. അവരും അതുപോലെ എന്തൊക്കെയോ സ്നാക്ക് കഴിച്ചിട്ട് മാത്രമേ, ആരും ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. ആക്ച്വലി ഇതൊക്കെ കഴിച്ചപ്പം വയറ് നിറഞ്ഞു. അതാണ് സംഭവം. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് KFC തന്നെ തിരഞ്ഞെടുത്തു. എല്ലാവർക്കും കിങ്ങിണിയാണ് KFC മതിയെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ KFC സെൻറ്ററിൽ വന്നിട്ട് KFC ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞാനും കണ്ണനുമായിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് ഇത് കൊണ്ടുവച്ചപ്പോഴും ഇവരെന്നെ കളിയാക്കി. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാമോ, അതോ നിങ്ങൾ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് കഴിക്കാൻ പറ്റുമോ? ഒന്നാമത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, 8 മണിയൊക്കെ ആയതുകൊണ്ടേ. അതുകൊണ്ട് എടുക്കാം, ഹരി എടുക്കട്ടെ എന്ന് എന്നോടാണ് ചോദിക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങളെ കുറേ വീഡിയോകാർ കണ്ട് ഞങ്ങൾ ശല്യമാണെന്നുള്ള രീതിയിലാണ് സിന്ധുവിൻ്റെയും ഹരിയുടെയൊക്കെ അഭിപ്രായം. തിന്നാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല, അപ്പം വീഡിയോ എടുത്തുകൊണ്ട് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവരെന്നെ കുറേ ഇട്ട് വാട്ടി കേട്ടോ. ഞാനെല്ലാം അങ്ങ് സഹിച്ചു. അങ്ങനെ പാതിരാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹരി വന്ന് നമ്മുടെ പോർച്ചിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. കണ്ടോ, ഒരാൾ ഇപ്പം ഡബിൾസിലും ത്രിബിൾസിലും വെച്ചൊക്കെ വണ്ടി നന്നായിട്ട് ഓടിക്കും. പക്ഷേ വണ്ടി ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ ലോറി തിരിക്കുന്ന ലാഘവത്തോടെ സിന്ധു വണ്ടി തിരിക്കുന്ന കണ്ടത്. ഇപ്പം പക്ഷേ ഭയങ്കര കഷി നന്നായിട്ട്. പണ്ട് ആരെയും കിങ്ങിണിയെ മാത്രം ബാക്കിൽ വെച്ചിട്ട് പോകുള്ളായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ആര് വഴി കണ്ടാലും ലിഫ്റ്റ് ചോദിച്ചാൽ 1-2 പേരിന് പുള്ളി ധൈര്യമായി കഴിഞ്ഞു, എക്സ്പീരിയൻസ് ആയിപ്പോയി. പക്ഷേ വണ്ടി തിരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്കത് തോന്നത്തില്ല, ലോറി തിരിക്കുന്ന പോലെ ആ പുള്ളി വണ്ടി തിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ 2-3 വയസ്സന്മാർ കാറൊക്കെ കാണാൻ വന്നു കേട്ടോ. അവർ പാവം, അതുങ്ങൾക്ക് എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ ലേറ്റാവുന്നത് എന്താണെന്ന് വിളിച്ചു ചോദിച്ചാൽ എന്തേ നിങ്ങൾ ലേറ്റാവുന്നതെന്ന്. ഇതിനകത്ത് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇവർ പിന്നെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയത് കൊണ്ടാണ്. ഇവർക്ക് വണ്ടി കാണുമ്പം വണ്ടി ക്രേസുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി ഹരി ഭയങ്കര ക്രേസാണ്. ആ സെയിൽസ്മാൻ ഹരിയെ കൊണ്ട് മറ്റേതാണ് സൈറോസ് എടുപ്പിക്കുന്ന രീതിയിലാണ് വർത്തമാനം പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം ഹരിയും സോനും, പക്ഷേ അവർ രണ്ടുപേരും നാളെ വെളുപ്പിന് തന്നെ തിരിച്ചു പോകും. കാരണം അവർ സോനു ആക്ച്വലി ഇന്ന് ലീവ് തന്നെയായിരുന്നു ഇതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം നാളെ വെളുപ്പിന് തന്നെ അവർ പോകും. ഞങ്ങളും അത് കഴിഞ്ഞ് നാളെ പിറ്റേ ദിവസം, ഒരു ദിവസം കൂടെ, 2 ദിവസത്തേക്കാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ തിങ്കളാഴ്ച പോകുള്ളൂ, അവർ നാളെ തന്നെ പോകും. അങ്ങനെ നമ്മുടെ സോണറ്റ് നമ്മുടെ കാർ പോർച്ചിൽ കയറി. ഓക്കേ.